ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന്റെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ April 6 വന്നിരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് ഈ തെറ്റുത്തരങ്ങൾ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ഇന്നുവരെയൊക്കെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ലാസ്റ്റ് April 6 അല്ലേ, April 6 നമുക്ക് ഇത്തവണത്തെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ നമുക്ക് എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ തെറ്റുത്തരങ്ങൾ നിങ്ങൾ ആൻസർ കീ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസിനെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ചലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അങ്ങനെ മിസ്റ്റേക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന April 12 വരെ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, അതിന്റെ ഒരു ടൈം വരുന്നത് അല്ലെ. April 12 രാത്രി 11:55 വരെ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ടൈം വരുന്നത്. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ അങ്ങനത്തെ കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ കുറച്ച് പേർക്കുള്ള കൺഫ്യൂഷൻ ഫീസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇതിന് എത്രയാണ്, 50 രൂപയാണ് ഇതിന് ഫീസ് വരിക കേട്ടോ. 50 രൂപയാണ് നിങ്ങൾക്ക് ഈ ചലഞ്ച് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, ഫീസ് വരിക. ആൻഡ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവിടെ എന്താണ്, ചലഞ്ച് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ അത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവിടെ തെളിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 50 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 12 ഈ പറയുന്ന April 12 വരെയാണ് നിങ്ങൾക്ക് ഇത് ചലഞ്ച് ചെയ്യാനുള്ള ടൈം വരിക. അപ്പൊ ഇൻ കേസ് ഇതുവരെ വന്നിരിക്കുന്നതിൽ നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ആൻസർ കീ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം എന്ത് ചെയ്യുക, ആൻസർ കീ നോക്കിയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നന്നായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമുക്കറിയാം ആൻസർ കീ വരുമ്പോഴത്തേക്ക് ഒരുപാട് കൺസേൺസ് എല്ലാവർക്കും വരുന്നതാണ്. കാരണം പലയിടത്തുനിന്നും 100 അഭിപ്രായങ്ങൾ വരാറുണ്ട്. എത്രയായിരിക്കും കട്ട് ഓഫ് അല്ലെങ്കിൽ എത്ര വരും എന്നുള്ളതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കാര്യങ്ങളെല്ലാം വരാറുണ്ട് അല്ലെ. അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിന്റെ ഒരു സേഫ് സ്കോറും കാര്യങ്ങളെല്ലാം പറയുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞതാണ്, ആൻസർ കീ മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ നമ്മുടെ കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനകത്ത് വേറെയും കുറെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 8000+ എന്നുള്ള വേക്കൻസീസ് ഇത്തവണ എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഈ വർഷം വന്നപ്പോഴത്തേക്ക് 5000+ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ആ രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ അത്രത്തോളം കുറവുണ്ടായിട്ടുണ്ടോ, ഇല്ല. നമുക്കറിയാം ഏകദേശം 50 lakh+ ആപ്ലിക്കൻസ് എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് വന്നിട്ടുണ്ടാകും അല്ലെ. ഗ്രൂപ്പ് ഡിക്ക് നമുക്കറിയാം അതിൽ കൂടുതൽ പോയിട്ടുണ്ട്, 1 crore+ ഒക്കെ പോകുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും എന്ത് വന്നിട്ടുണ്ട്, 50 lakh+ ആപ്ലിക്കൻസും എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് റഫ്ലി അറ്റൻഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 60 to 70% എന്ത് വരും, എന്തായാലും അറ്റൻഡൻസും വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ 65% അറ്റൻഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ 70 ഇല്ല, ഒരു 60 to 65% ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, ഇവിടുത്തെ ഒരു ജനറൽ അറ്റൻഡൻസും കാര്യങ്ങളെല്ലാം വരിക. അപ്പൊ എത്ര ആപ്ലിക്കേഷൻസ് വരുന്നു അല്ലെങ്കിൽ അതിൽ തന്നെ എത്ര പേര് എക്സാം അറ്റൻഡ് ചെയ്യുന്നു, ടോട്ടൽ വേക്കൻസീസ് എത്രയൊക്കെയാണ്, ഇതിന്റെ ഒക്കെ ബേസിസിലാണ് പലപ്പോഴും NTPCയുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എക്സാംസിന്റെ എല്ലാം എന്ത് ചെയ്യാം, ഈ പറയുന്ന കട്ട് ഓഫ് നിശ്ചയിക്കപ്പെടുക അല്ലെ. അല്ല നമുക്ക് അറിയാവുന്ന പോലെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ആൻസർ കീ വരുമ്പോൾ മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല അല്ലെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഷിഫ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ എന്ന് പറയാം, നമുക്ക് കണ്ണും പൊട്ടി സിമ്പിൾ ആണ് എന്ന് പറയാവുന്ന ഒരു ഷിഫ്റ്റ് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, NTPCയിൽ ഇപ്പൊ നടന്ന എക്സാമുകളുടെ കേസിലൊന്നും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഒരു മോഡറേറ്റ് ടു ഹാർഡ് ലെവൽ തന്നെ എല്ലാ എക്സാംസും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് അങ്ങനെ എളുപ്പമാണ് അല്ലെങ്കിൽ സിമ്പിൾ ആണ് എന്ന് കണ്ണും പൊട്ടി പറയാവുന്ന ഒരു ഷിഫ്റ്റ് പോലും വന്നിട്ടില്ല. എസ്പെഷ്യലി റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എന്താണ് റീസണിങ്ങിലൊക്കെ നല്ല രീതിയിൽ വേറെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. GKയിൽ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വരുമ്പോൾ പൊളിറ്റിക്കും എക്കണോമിക്സിനും ഒക്കെ നല്ല വെയിറ്റേജ് വന്നിട്ടുണ്ട്. കറന്റ് അഫേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചവർക്ക് ചില ഷിഫ്റ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ ജനറലി പറയുന്ന ഒരു ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്ന കേസ് എന്ത് ചെയ്തിട്ടില്ല, NTPCയുടെ കേസിൽ അങ്ങനെ വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ടു ഹാർഡ് ലെവലിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഓരോ സോണിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസീസും ഒക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇപ്പൊ ചെന്നൈ സോൺ ആയിരിക്കും നിങ്ങളിൽ കൂടുതൽ ഒരുപാട് പേര് മെജോറിറ്റി ആളും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത് ചെന്നൈ സോണിലേക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ വേക്കൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന പോലെ 8000-ൽ നിന്ന് 5000-ലേക്ക് കുറഞ്ഞതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെന്നൈയിലൊക്കെ വേക്കൻസീസിന്റെ കേസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസീസിന്റെ കേസിൽ എന്താണ്, കുറച്ചധികം ഇത്തവണ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഫാക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യും, ആക്ച്വലി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ആൻസർ കീ വന്നിട്ട് അതിന്റെ ബേസിസിൽ മാത്രം പറയുന്ന കട്ട് ഓഫ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയില്ല. ഒരു റഫ് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, ഏകദേശം എത്ര മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, ജനറൽ അല്ലെങ്കിൽ യുവർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 80+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ട, മറ്റു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം അല്ലെ. ഓഫ് കോഴ്സ് ഒരു 75 to 80 റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്, 75 to 80 റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തില്ല, അവിടെ കുഴപ്പമില്ല അല്ലെ. 80+ ഒക്കെ ആണെങ്കിൽ ഒട്ടും കുഴപ്പമില്ല. സോ ആ ഒരു റേഞ്ചിലേക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ അവിടെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലെ. അതുപോലെ തന്നെ നമുക്ക് OBC ഒക്കെ വരുമ്പോഴത്തേക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 70+, ഒരു 70 to 75 റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട,
മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ SC കാറ്റഗറി ST കാറ്റഗറിയൊക്കെ വരുമ്പോഴത്തേക്ക് SC ആണെങ്കിൽ നമുക്ക് അറിയാം 65+ വേണം, അതായത് 65 to 70 റേഞ്ച് നിങ്ങൾക്ക് എന്തായാലും വേണം. അതുപോലെ തന്നെ ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 60+ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അല്ലേ. സോ അങ്ങനെ ഒരു റഫ്ലി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ആൻസർ കീ വരുമ്പോഴത്തേക്ക് അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ മാത്രം വെച്ചിട്ട് ഈ പറയുന്ന പോലെ കട്ട് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ട. കാര്യം ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളുടെ കട്ട് ഓഫ് ഇത്രയാണെന്നൊക്കെ വരും. കുറെ പേര് അത് ടെൻഷൻ അടിക്കും, കുറെ പേര് ആവശ്യമില്ലാതെ ഒരുപാട് സന്തോഷിക്കും. സോ അങ്ങനെ ഒന്നും പോകണ്ട. റഫ്ലി ഈ ഒരു റേഞ്ചിലൊക്കെ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സർക്കംസ്റ്റാൻസ് തന്നെയാണ് നിലവിൽ ഇപ്പൊ നമുക്കുള്ളത്. അപ്പോൾ വേക്കൻസീസിന്റെ കാര്യത്തിൽ എല്ലാം നിലവിൽ വലിയ ഷിഫ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു കട്ട് ഓഫ് എന്നുള്ള രീതിയിലേക്ക് എത്താനായിട്ട് പറ്റൂ. അപ്പൊ ഇപ്പൊ നിലവിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ആൻസർ കീ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഏകദേശം ഇതിനടുത്ത് നിൽക്കുന്ന ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ടൊക്കെ പറ്റും അല്ലേ. സോ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഈ വർഷം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു, ചെറിയ മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് നിങ്ങൾക്ക് വേണ്ടി അവിടെ എന്താണ്, അവിടെ കിടപ്പുണ്ട് അല്ലേ. ആ ഒരു ബേസ് വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലെ എക്സാമിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട് അല്ലേ. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അവിടെ കിടക്കുകയാണ്. ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നമായിരിക്കാം, ഫോക്കസ് ഏരിയാസ് ബേസ് ചെയ്ത് പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്ന് ചിന്തിക്കാത്തതിന്റെ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ടൈമിൽ കംപ്ലീറ്റ് സിലബസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ NTPCയുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള NTPCയുടെ കംപ്ലീറ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും അടുത്ത വർഷത്തേക്കുള്ള എക്സാമിന് നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ടൈം ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്നുണ്ട്, ഫ്രഷേഴ്സ് ആണെങ്കിലും. സോ ഫ്രഷേഴ്സ് ആണെങ്കിലും ഓൾറെഡി ഇപ്പോഴത്തെ എക്സാമിന് പഠിച്ചവരാണെങ്കിലും എല്ലാം നിങ്ങളത് ടൈം വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ വരാൻ പോകുന്ന NTPCക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ്. സോ അത് വേസ്റ്റ് ചെയ്യാതിരിക്കുക. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആയിരിക്കും. ആൻഡ് ഡെയിലി ബേസ് നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സ്റ്റഡി പ്ലാൻ, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതിന്റെ ബേസിൽ ക്ലാസ്സും അതിന്റെ നോട്ട്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് എക്സാം അടുപ്പിച്ച് നമുക്കറിയാം, മാത്സ് ആണെങ്കിൽ റീസണിംഗ് ആണെങ്കിൽ നമുക്ക് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് അവൈലബിൾ ആണ്. സോ എക്സാം ബേസ്ഡ് ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ, ആൻഡ് റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. സോ എല്ലാ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എക്സാമിന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും PYQസും നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു NTPC എക്സാമിന് വേണ്ടിയിട്ടുള്ള UG ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണെങ്കിലും ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൈമാണ്. നിങ്ങൾക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ടൈം അവിടെ എന്താണ്, അവിടെ ആവശ്യത്തിന് കിടക്കുകയാണ്. സോ അത് വേസ്റ്റ് ചെയ്യാതിരിക്കുക. ജോലി ഉറപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് വരുന്ന ദിവസങ്ങൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഓൾ ദ ബെസ്റ്റ്.